വെൽക്കം ടു അമ്മായിസ് കിച്ചൻ. അസ്സലാമു അലൈക്കും. അമ്മായി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ചക്ക കൊണ്ടൊരു പരിപ്പെട്ട ഒരു കറി ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണാം. ഇന്നൊരു നാടൻ ചക്ക കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ മരത്തിലുണ്ടായിരുന്നു. പരിപ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പിൻ്റെ ഇല, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ആവശ്യമാണ്. പരിപ്പ് വേകാനിടുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കിതിലേക്ക് എല്ലാം ഇടാം. ഇത് പരിപ്പ് 1 ഗ്ലാസ് പരിപ്പാണ്. ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, കുറച്ച് ജീരകം, നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. ഇത്രയും മാത്രമാണ് പരിപ്പ് വേകാനുള്ള സാധനങ്ങൾ. നമുക്കിത് വെന്തതിന് ശേഷം ചക്ക ചേർത്താം. നല്ല അടിപൊളി കൂട്ടാനായിരിക്കും. നാടൻ ചക്കയാണ്, ആദ്യമായിട്ട് കാച്ചാണ്, പിഞ്ച് ചക്കയാണ്. ഒരു തിളയ്ക്ക് തന്നെ നമുക്കത് വെന്ത് കിട്ടും. പരിപ്പ് വിസിൽ വരട്ടെ, നമുക്ക് കറി ചക്ക ഇടുന്നത് കാണാം. പരിപ്പ് വിസിൽ വന്നു, നമുക്ക് പരിപ്പ് വെന്തത് നോക്കാം. പരിപ്പ് നല്ല ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വെച്ചാണ്. ഒരു ചക്കൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളത്, ഒരു പകുതി ചക്കയാണ്. നമുക്ക് ചക്ക കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കതിലേക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പാലക്കാടൻ നാടൻ കറിയാണ്, വേറൊന്നുമില്ല. നല്ല നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചക്ക വെന്ത് വേകട്ടെ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു തിളയ്ക്ക് വേകും. നല്ല പിഞ്ച് ചക്കയാണ് ഗൈസ്. നമുക്കിത് പരിപ്പിട്ടിട്ടാണ് ഇവിടെ വെക്കുന്നത്. നമുക്കിത് ഇറച്ചിക്കറി പോലെയും വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇറച്ചിക്കറി പോലെയും വെക്കാം. അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ചതച്ചിട്ട് ഉപ്പേരി വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് മൂടി വെച്ച് വേഗം വയ്ക്കാം. മൂടിയിട്ട് വേഗം ചക്കയൊന്ന് വേകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് കലക്കി കറി റെഡിയാക്കാം. നല്ല നാടൻ കറിയാണ് ഗൈസ്. ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് ഗൈസ്, ഞങ്ങളുടെ മരത്തിലുണ്ടായതാണ്. ചക്ക വെന്തോ നോക്കാം നമുക്ക്. പരിപ്പും ചക്കയും അടിപൊളിയായിരിക്കും. വെന്തിട്ടുണ്ടോ? വെന്തു നന്നായി വെന്തു. നമുക്കിനി തേങ്ങ കലക്കാം. അരമൂടി തേങ്ങയാണ് ഇതിലേക്കുള്ളത്. ഒരുപാട് ചേർത്താൽ നന്നായിരിക്കില്ല. പരിപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഒരു ചെറിയ മൂടി തേങ്ങയാണ്, ഒരു ചെറിയ തേങ്ങൻ്റെ മൂടിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഇതിനി റെഡിയായി, കറി റെഡിയായി. നമുക്കിനി താളിക്കുന്നതിലേക്ക് പോകാം. എന്തെല്ലാം വേണമെന്ന് നോക്കാം. താളിക്കുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ചക്കക്കൂട്ടൻ ഇവിടെ റെഡിയായി. നമുക്ക് താളിക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിക്കാൻ വേണ്ട സാധനങ്ങൾ: കടുക്, ജീരകം, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, ഒരു വറ്റൽമുളക്. ഇത്രയും മാത്രം മതി. ആദ്യം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകും ജീരകം, ഒരു നുള്ളു ജീരകം മതി, മണത്തിന് വേണ്ടിയിട്ടാണ്. തേങ്ങയിൽ അരച്ച് ചേർക്കാം. ഞാൻ തേങ്ങയിൽ അരച്ചിട്ടില്ല, താളിക്കുമ്പോഴാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടാലാണ് വാസന കൂടുതൽ ഉണ്ടാകുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും മുളകും എല്ലാം ചേർത്തിടുക. ഇത്ര മതി. ചെറിയൊരു മുളകിനെ 2 തുണ്ടാക്കിയതാണ്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. വെളുത്തുള്ളി 2 ചതച്ചത്, ചെറിയ ഉള്ളി റൗണ്ടായി അരിഞ്ഞത്, അത് ഇട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്
ചക്കക്കൂട്ടാൻ റെഡിയാകാൻ പോവുകയാണ്. എല്ലാവരും വരും കഴിക്കും. നല്ലോണം മൂത്ത് വന്ന ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ശേഷം നമുക്കിത് ചക്കക്കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് താളിച്ചത് കൊട്ടാം. താളിച്ചത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗൈസ്, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കാം. ചോറിൽ വെള്ളം വീട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പരിപ്പിട്ട് വെക്കുന്ന കറിയാണ്. ഇത് ഇറച്ചിക്കറി പോലെയും വെക്കാം, ഉപ്പേരി വെക്കാം, വെറുതെ വാരി തിന്നാം ഉപ്പേരി വെച്ചിട്ട്. ശരീരത്തിന് നല്ലതാണ്. ആയുർവേദത്തിൽ ചക്ക എല്ലാവരും നന്നായി കഴിക്കുന്നതാണ്, ആയുർവേദമാണ്. ചോറ്റിൻ്റെ കൂടെ എല്ലാവരും കഴിക്കാം. ഇറച്ചി പോലെയുണ്ട്, പോത്തിറച്ചി പോലെയുണ്ട്. കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. എല്ലാവരും കഴിക്കാം. ലേശം മാങ്ങ അച്ചാർ ഞാൻ വെറുതെ രാത്രി ഉണ്ടാക്കിയതിന് കഴിച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് എല്ലാവരും കഴിക്കാം. ചക്കക്കൂട്ടൻ ഇവിടെ റെഡിയായി.